ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 181 ദിവസം. നാം വായിക്കുന്നത് ആവർത്തന പുസ്തകം 28 അധ്യായം, ഉത്തമഗീതം 5 അധ്യായവും കൊലോസ് ലേഖനം 3 അധ്യായവുമാണ്. ആവർത്തന പുസ്തകം 28 അധ്യായം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട്, ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിൽ നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നുവെന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിലും ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ കൊട്ടയും മാവ് കുഴിക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. അകത്തു വരുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും, പുറത്തു പോകുമ്പോൾ നീ ശപിക്കപ്പെട്ടിരിക്കും. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയക്കും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പും ആകും. യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയും ആക്കും. നീ നശിക്കും വരെ അത് ആകാശത്തിൽ നിന്ന് നിന്റെ മേൽ പെയ്യും. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. നിന്റെ ശവം ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാകും. അവയെ ആട്ടിക്കളവാൻ ആരും ഉണ്ടാകയില്ല. യഹോവ നിന്നെ മിസ്രയീമിലെ പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും
ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും. നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. നീ ഒരു സ്ത്രീയെ വിവാഹത്തിന് നിയമിക്കും, മറ്റൊരുവൻ അവളെ പരിഗ്രഹിക്കും. നീ ഒരു വീട് പണിയും, എങ്കിലും അതിൽ പാർക്കയില്ല. നീ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കും, ഫലം അനുഭവിക്കയില്ല. നിന്റെ കാളയെ നിന്റെ മുമ്പിൽ വെച്ച് അറുക്കും, എന്നാൽ നീ അതിന്റെ മാംസം തിന്നുകയില്ല. നിന്റെ കഴുതയെ നിന്റെ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോകും, തിരികെ കിട്ടുകയില്ല. നിന്റെ ആടുകൾ ശത്രുക്കൾക്ക് കൈവശമാകും, അവയെ വിടുവിപ്പാൻ നിനക്ക് ആരുമുണ്ടാകുകയില്ല. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. നിന്റെ കണ്ണ് ഇടവിടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും, എങ്കിലും നിന്നാൽ ഒന്നും സാധിക്കയില്ല. നിന്റെ കൃഷിബലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്തു പിടിക്കും. സൗഖ്യമാകാത്ത പരിക്കളാൽ യഹോവ നിന്നെ ഉള്ളങ്കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. യഹോവ നിന്നെയും നീ നിന്റെ മേൽ ആക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. അവിടെ നീ മരവും കല്ലുമായ അന്യദൈവങ്ങളെ സേവിക്കും. യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ നീ സ്തംഭനത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും. നീ വളരെ വിത്ത് നിലത്തേക്ക് കൊണ്ടുപോകും, എന്നാൽ അവ വെട്ടിക്കിളി തിന്നുകളക കൊണ്ട് കുറെ മാത്രം കൊയ്യും. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്നുകളക കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല, പഴം ശേഖരിക്കയുമില്ല. ഒലിവ് വൃക്ഷങ്ങൾ നിന്റെ നാട്ടിലൊക്കെയും ഉണ്ടാകും, എങ്കിലും നീ എണ്ണ തേക്കയില്ല, അതിന്റെ പിഞ്ച് പൊഴിഞ്ഞു പോകും. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും, എങ്കിലും അവർ നിനക്ക് ഇരിക്കയില്ല. അവർ പ്രവാസത്തിലേക്ക് പോകും. നിന്റെ വൃക്ഷങ്ങളും നിന്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകളയും. നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നുയർന്നു വരും, നീയോ താണു താണു പോകും. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുപ്പാൻ നിനക്ക് ഉണ്ടാകുകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാകൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. അവ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കാക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. യഹോവ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി, വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി. നീ നശിക്കും വരെ അവർ നിന്റെ മൃഗബലവും നിന്റെ കൃഷിബലവും തിന്നും. അവർ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിന്റെ കന്നുകാലികളുടെ പേരോ ആടുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിക്കയില്ല. നിന്റെ ദേശത്ത് എല്ലായിടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ അവർ നിന്റെ പട്ടണങ്ങളിലും നിന്നെ നിരോധിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന നിന്റെ ദേശത്ത് എല്ലായിടവുമുള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. നിന്റെ മധ്യേ മൃദുശരീരിയും മഹാസുഖഭോഗിയും ആയിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോടും തൻ്റെ മാർവിടത്തിലെ ഭാര്യയോടും ലുബ്ധനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കയില്ല. ശത്രു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും
അവന് ഒന്നും ശേഷിച്ചിരിക്കയില്ല. ദേഹമാർദ്ദവം കൊണ്ടും കോമളത്വം കൊണ്ടും തന്റെ ഉള്ളങ്കാൽ നിലത്തു വെപ്പാൻ മടിക്കുന്ന തന്നൂങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തന്റെ മാർവിടത്തിലെ ഭർത്താവിനും തന്റെ മകനും മകൾക്കും തന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ വണ്ണം ലുബ്ധയായി ശത്രു നിന്റെ പട്ടണങ്ങളിൽ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രൈമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയിരുന്ന നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കായകൊണ്ട് ചുരുക്കം പേരായി ശേഷിക്കും. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങളെ പറിച്ചുകളയും. യഹോവ നിന്നെ ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ കാലിനു വിശ്രാമസ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നുവെന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നുവെന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽക്കാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരുമുണ്ടാകയില്ല. ഹോരേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിന്റെ വചനങ്ങൾ ഇവ തന്നെ. ഉത്തമഗീതം 5-ാം അധ്യായം. എന്റെ സഹോദരി, എന്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും, എൻ്റെ വീഞ്ഞു പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു. സ്നേഹിതന്മാരെ, തിന്നുവിൻ. പ്രിയരെ, കുടിച്ചു മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനരികൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? എൻ്റെ കാലുകളെ കഴുകിയിരിക്കുന്നു. അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറും തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്നു. എൻ്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവർ എന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ
ഞാൻ പ്രേമപരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയരേക്കാൾ എന്തു വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയരേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനരികൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ. അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെങ്കൽ തൂൺ. അവന്റെ രൂപം ലെബാനോനെ പോലെ, ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. കൊലോസ് ലേഖനം 3-ാം അധ്യായം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിനുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്തതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ്
കർത്താവെ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. മുഖപക്ഷം ഇല്ല.